എ പ്ലസ് ട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ചാനലാണ് എ പ്ലസ് ട്യൂബ്. ഇന്ന് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട നൽകിയിട്ടുള്ള അപേക്ഷകളുടെ സ്റ്റാറ്റസാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എത്രയൊക്കെ അപേക്ഷകളാണ് ഇപ്പോഴും പെൻഡിങ് ഉള്ളതെന്നും അതിൻ്റെ ഇപ്പോഴുള്ള സ്റ്റേജുകൾ എന്തൊക്കെയാണെന്നും വിവരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഇനിയും 2.5 ലക്ഷത്തോളം അപേക്ഷകൾ തീർപ്പാക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച റിപ്പോർട്ട്. മാർച്ച് ഏകദേശം പകുതി കഴിഞ്ഞപ്പോൾ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം 2,58,405 അപേക്ഷകൾ ഇപ്പോഴും തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ കഴിയാതെ ഇതിൽ യാതൊരു തരത്തിലുള്ള തീർപ്പാക്കലും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം മിക്ക റവന്യൂ ഉദ്യോഗസ്ഥരും ഇലക്ഷന് വേണ്ടി നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞ് ഏകദേശം വോട്ടെണ്ണൽ പൂർത്തിയാക്കുന്നവരെ ഇവരെല്ലാം അതിൻ്റെ തിരക്കിലായിരിക്കുകയും ചെയ്യും. മറ്റൊരു വിവരം, ഇപ്പോൾ പുതിയ അപേക്ഷകൾ ദിനം പ്രതി 400-500 ഇടയിലുള്ള അപേക്ഷകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം. ഇനി ഓൺലൈനായി അപേക്ഷകൾ ലഭിക്കുന്നവരുടെ എണ്ണം, നൽകുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഏകദേശം 201 UD ടൈപ്പിസ്റ്റുമാരെയും 921 ഓഫീസ് അസിസ്റ്റൻറ്റുമാരെയും 197 UD ടൈപ്പിസ്റ്റിനെയും ഉൾപ്പെടെ 1319 ഉദ്യോഗസ്ഥരെ കൂടുതലായി ഈ ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി നിയോഗിച്ചെങ്കിലും അതിൻ്റേതായ പൂർണ്ണമായ തീർപ്പാക്കൽ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരെല്ലാം നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി എല്ലാം വീണ്ടും തകിടം മറിഞ്ഞ സ്ഥിതിയിലാണ്. ഇനി ഓരോ സ്ഥലത്തും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ അപേക്ഷകളുടെ പെൻഡിങ് സ്റ്റേജ് നോക്കാം. ഫോർട്ട് കൊച്ചിയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. 36,785 അപേക്ഷകൾ ഇപ്പോഴും അവിടെ പെൻഡിങ്ങിലാണ്. കോഴിക്കോടാണെങ്കിൽ 20,466 അപേക്ഷകൾ പെൻഡിങ്ങിലാണ്. തൃശ്ശൂരിൽ 20,018 അപേക്ഷകൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ് എന്നുള്ളതാണ്. 25 സെൻറ്റിന് താഴെ ഫീസ് വേണ്ടാത്ത ഏകദേശം 1.5 ലക്ഷത്തോളം അപേക്ഷകൾ നേരത്തെ തന്നെ ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ എന്നതുപോലെ തന്നെ ഒരു അദാലത്ത് സംഘടിപ്പിച്ച് സർക്കാർ തീർപ്പാക്കിയിരുന്നെങ്കിലും അത് ഏകദേശം 70% നടന്നു കഴിഞ്ഞത്. അതിൽ 30% ഇപ്പോഴും പല കാരണങ്ങളാലും പെൻഡിങ്ങിൽ ഉണ്ട്. അത് ഇനിയും ആയിരിക്കും, അതായത് ഇലക്ഷന് ശേഷമായിരിക്കും അതിൻ്റെ തീർപ്പാക്കൽ ഉണ്ടാവുക. സ്പെഷ്യൽ അദാലത്ത് നടന്നതുകൊണ്ട് വളരെയധികം പേർക്ക് പ്രയോജനം കിട്ടി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഓഫ്ലൈൻ അപേക്ഷകൾ കൂടിയപ്പോഴാണ് 2022 ജനുവരി മുതൽ ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. ഓൺലൈൻ വഴി സ്വീകരിച്ചു തുടങ്ങിയതിനെ തുടർന്ന് അപേക്ഷകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് അറിയിക്കുവാൻ ഉള്ളത്, ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുക്കൽ എത്തുന്ന ഏജൻറ്റുമാരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കാരണം ഇവർ മധ്യവർത്തികളായി നിന്നുകൊണ്ട് വലിയ തുകകൾ ഈടാക്കുന്നുണ്ടെന്ന് വ്യാപകമായ പരാതികൾ പലയിടത്തും ഉണ്ട്. പല ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇനിയും ഉത്തരവുകൾ മാറുമെന്നും ഇപ്പോൾ ചെയ്താൽ ഉടനടി അത് പരിഹരിച്ച് കിട്ടുമെന്നും, അതായത് ഭൂമി തരം മാറ്റി കിട്ടും എന്നും വ്യാമോഹിപ്പിച്ചുകൊണ്ടാണ് ആളുകളിൽ നിന്നും ഈ തുക ഈടാക്കുന്നത്. വലിയ തുകകളാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. പലരും ഈ ചതിയിൽ വീഴുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അല്പം കാത്തിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു കൈക്കൂലിയും ആർക്കും കൊടുക്കാതെ തന്നെ ഭൂമി തരം മാറ്റം ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഒരു വസ്തുത എന്നും മനസ്സിലാക്കിയിരിക്കുക. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ ഹൈക്കോടതി ഉത്തരവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന എപ്പിസോഡ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്ന എ പ്ലസ് ട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക.